അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിലെ ഏറ്റവും അനുഗ്രഹീതമായ ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് സജീവമാകുന്ന ദിനരാത്രങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 എത്തിക്കഴിഞ്ഞാൽ എല്ലാം മാറ്റിവെച്ച് പരിപൂർണമായി അള്ളാഹുവിൽ സമർപ്പിച്ച് എഴുത്തിക്കാഫ് എടുത്ത് അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് പരിപൂർണമായി മാറി നിന്ന് ആരാധനകളിൽ കൊണ്ട് സജീവമാക്കുന്ന നിമിഷങ്ങളും സമയങ്ങളുമായിരുന്നു പ്രവാചകന് അവസാനത്തെ 10 ഓരോ മിനിറ്റുകളും. ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രമേൽ ഗൗരവത്തോടെ കണ്ടിരുന്നു അത്രേ അവസാനത്തെ ദിനരാത്രങ്ങൾ. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന പവിത്രമായ റമദാനിന്റെ പകുതിയാണിത്. ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചാൽ അവന്റെ തൗബ കൊണ്ട്, അവന്റെ ഇസ്തിഗ്ഫാർ കൊണ്ട്, പാപമോചനം കൊണ്ട് പരിപൂർണമായി വിജയം നേടി നരക വിമോചനത്തിന്റെയും അള്ളാഹുവിന്റെ പരമമായ മാപ്പിന്റെയും സൗഭാഗ്യത്തെ അവൻ അനുഭവിക്കുന്ന ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ഓരോ നിമിഷങ്ങളും. അങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാറാനുള്ള സമയമാണ്, മാറ്റാനുള്ള സമയമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരോട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ പവിത്രമായ ദിനങ്ങളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രികളിൽ എന്തു ചൊല്ലണം, എന്തു ചെയ്യണം പ്രവാചകരെ? അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നു, ഫഖൂലി യാ ആയിഷ, പ്രിയപ്പെട്ട ആയിഷ, നിങ്ങൾ പറയുക, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അള്ളാഹുവെ, നീ തന്നെയാണ് മാപ്പ്, അത് ഇഷ്ടപ്പെടുന്നവനാണ് നീ, എനിക്ക് നീ മാപ്പ് നൽകണേ, വിട്ടുവീഴ്ച ചെയ്ത് എന്നെ സന്തോഷിപ്പിക്കണേ. വല്ലാത്തൊരു പദപ്രയോഗമാണിത്. അള്ളാഹു, നീ തന്നെയാണ് മാപ്പ്, പുറത്തു കൊടുക്കുന്നവനാണ് നീ എന്ന് മാത്രമല്ല, വിട്ടുവീഴ്ച ചെയ്ത് വിടുതൽ കൊണ്ട് സന്തോഷിപ്പിക്കുന്നവനാണ് നീ. തുഹിബ്ബുൽ അഫ്വ, രണ്ടാമത്തൊന്ന് നമുക്കുള്ള ഉത്തരവാദിത്തമാണ്. നീ അഫുവിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അഥവാ എന്നിൽ നിന്നത് ഉണ്ടാകുന്നത് നീ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ അള്ളാഹുവിനോട് മാപ്പിനെ ചോദിക്കുന്നു, ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന്, ചിന്തകളിൽ നിന്ന്, ശീലങ്ങളിൽ നിന്ന്, കുറ്റങ്ങളിൽ നിന്ന്. എന്നിട്ട് ആ വിടുതൽ കൊണ്ട് നരക വിമോചനത്തിന്റെ വിശാലമായ സ്വപ്നങ്ങളിലേക്ക് ഞാൻ ചെന്നെത്തണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് സാധ്യമാകുന്നത് എപ്പോഴാണ്? എൻ്റെ കൂടെ ഞാൻ മാപ്പ് കൊടുക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുന്ന പലരുമുണ്ട്. വാക്കുകൾ കൊണ്ടൊരു മാപ്പ്, പ്രവൃത്തിയിലൊരു മാപ്പ്, ശീലങ്ങളിൽ ചെയ്തുപോയ പ്രവൃത്തികളിലും ജീവിത രീതികളിലുമെല്ലാം ഞാനൊന്ന് പുറത്ത് വിട്ടുകൊടുത്ത് മാപ്പ് കൊടുത്തിരുന്നുവെങ്കിൽ എത്രയോ മനസ്സുകളിൽ നീറ്റൽ അവസാനിച്ച് അവർക്ക് സന്തോഷവും സമാധാനവും വരും. പക്ഷേ ഞാൻ അവർക്ക് മാപ്പ് കൊടുക്കുന്നില്ല. അള്ളാഹുവിലേക്ക് കൈ ഉയർത്തി മാപ്പ് ചോദിക്കാൻ പിന്നെ എന്ത് അർഹതയാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്? നമുക്കിടയിലുള്ളവരോട് മാപ്പ് കൊടുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പൊറുക്കാൻ മാത്രമല്ല, അത് മറക്കാൻ കൂടി കഴിയുന്ന മനസ്സിന്റെ വിശാലത കൈവരിക്കുക എന്നതാണ് പ്രധാനം. അപ്പോഴാണ് അള്ളാഹു നമുക്ക് മാപ്പ് തരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.